പകുതിയിലേറെയും നമുക്ക് നെഗറ്റീവ്സ് ആണ് ഉണ്ടായത്. നമ്മളെ ഫ്രണ്ട്സ് നമുക്ക് കൂടെയുള്ള ആൾ മാത്രമാണ് സപ്പോർട്ടിന് ഉണ്ടായത്. ലാസ്റ്റ് ആകുമ്പോൾ ഈ ഒരു രണ്ടാൾ മാത്രം ഉണ്ടായത്. അപ്പോൾ ഹൈറ്റ് കുറവാണ്, അത് വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ ചുറ്റുപാടിൽ അത് വലിയൊരു പ്രശ്നമാണ്. നമ്മൾ എത്ര അല്ല എന്ന് പറഞ്ഞാലും അത് അങ്ങനെ അല്ല എന്ന് പറഞ്ഞാലും വലിയൊരു പ്രശ്നമാണത്. റൂൾ പോവുകയാണെങ്കിൽ അത് കിട്ടും. ഞാൻ എത്രയോ ദിവസം ഫുഡ് കഴിക്കാണ്ട്, ഇവള് എത്രയോ ദിവസം ഫുഡ് കഴിക്കാണ്ടല്ലോ, 1 month ടെൻഷനിൽ ഉറങ്ങാണ്ടും. ഞങ്ങൾക്ക് 3 ആളും വേണം. ഓക്കെ, ഫാമിലി വേണം, അല്ല ഉമ്മ വേണം, ഉപ്പം വേണം, ഓനും വേണം, എല്ലാവരും വേണം. ബട്ട് റിലേറ്റീവ്സ് എല്ലാം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരും വേണ്ട. അപ്പോഴൊക്കെ എന്തോ ജുമ്മി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് കൈയത് ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴേക്ക് ഒരാളെ ചൂസ് ആക്കണം, ഓനെ വേണം. 100% കാര്യം പറയാം. പെണ്ണ് ചെയ്യാൻ പറ്റുന്നില്ല ഏറ്റവും ത്യാഗം ചെയ്തിട്ടൊരു ഒരലവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവളായിരിക്കും എനിക്ക് തോന്നുന്നു. അധികം റിലേറ്റീവ്സും അധികം അറിയുന്ന ആളെങ്ങനെ പറഞ്ഞാൽ 1 month കൂടുതൽ നിങ്ങളുടെ റിലേഷൻ പോകില്ല. മാരീഡ് ആയാലും കിട്ടിയില്ലെങ്കിൽ ഞാൻ അങ്ങ് എത്തിയാൽ ബ്രേക്കപ്പ് ആയാൽ ഞങ്ങൾക്ക് പിന്നെ കുറേ സമയമെടുക്കും. ഞാനൊന്ന് കരുത്തിലാവാൻ. പക്ഷെ ഞങ്ങൾക്ക് വേറൊരു ലൈഫിനെ കുറിച്ച് ഞങ്ങൾക്ക് ആലോചിക്കാനും പറ്റില്ലായിരുന്നു. ഒക്കെ ഇവൾക്കും എനിക്കും രണ്ടുപേർക്കും അങ്ങനെയായിരുന്നു. കാരണം ഞങ്ങൾ അത്ര ബോണ്ടായിരുന്നു. മാരീഡ് ആക്കുക, നീ ഇവിടെ നിന്നും നീ നിന്റെ ജോബ് നോക്കിയിട്ട് അത്രക്കും കുറേ ചാൻസ് തന്നിനോട്. ആളെ കല്യാണം കഴിക്കണ്ട, സമ്മതിച്ചു തരില്ല, ഇവിടെ നിന്നോളാൻ പറഞ്ഞല്ലേ, ഇങ്ങനെ നിന്നോളാം, എന്നാലും കെട്ടിച്ചു തരില്ല, അങ്ങനെ അങ്ങനെ ഫാമിലിയിൽ പറഞ്ഞു നിക്കോനെ കൊണ്ട് ഒരിടത്ത് രാത്രി 2:30 മണിക്ക് ഒരു കോള് വരുന്നു എനിക്ക്, ഇവളുടെ കോള്. ഞാനെടുത്ത് ഫോൺ വെക്കുമ്പോൾ മഞ്ഞും കൂടെ കരച്ചിലാണ്. എന്തൊരു ഉമ്മാക്ക് ശരി, ഉമ്മ ഇങ്ങനെയുണ്ട്, ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉമ്മ ക്ഷീണായതിന്റെ പേരിൽ ഇവളെ കുറേ ടോർച്ചർ ചെയ്തതാണ്. മനസ്സിലാക്കട്ടെ, ഇത് കണ്ടിട്ട് മനസ്സിലാക്കട്ടെ ഞങ്ങളുടെ സ്റ്റോറി എന്ത് റിയൽ സ്റ്റോറി ഓഫ് ജാബിയൻ ജുമ്മി ഇതാണ്. ഇപ്പൊ നിങ്ങള് ഈ 2 ഫ്രണ്ട്സ് ഇത്രയും കൂടെ എന്നാലും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരും ഒക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടായിരിക്കുമല്ലോ. അങ്ങനെയൊക്കെ കോളേജിൽ നിന്നാണെങ്കിൽ അങ്ങനെയൊക്കെ സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അവള് സീരിയസ് ആയിട്ടല്ല അവനെ നോക്കുന്നത്. കുറച്ചാള് ആരും പറയുന്നില്ല, പേഴ്സണലി ആരും ഇതാക്കുന്നില്ല. ഓക്കെ എന്ന് പറഞ്ഞാൽ അവള് എന്തായാലും ഒരു അങ്ങനത്തെ വിട്ടിട്ട് പോവും. ഓനെ യൂസ് ആക്കുന്നത് ഇത് ഈ നടപ്പുറം നമ്മൾ കണ്ടീന്, ഈ ആയിട്ടില്ലാത്ത എന്തല്ലോ പകുതിയിലേറെയും നമുക്ക് നെഗറ്റീവ്സ് ആണ് ഉണ്ടായത്. നമ്മളെ ഫ്രണ്ട്സ് നമുക്ക് കൂടെയുള്ള ആൾ മാത്രമാണ് സപ്പോർട്ടിന് ഉണ്ടായത്. ലാസ്റ്റ് ആകുമ്പോൾ ഈ ഒരു രണ്ടാൾ മാത്രം ഉണ്ടായത്. എനിക്കൊന്നു ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കേൾക്കുന്നത് എനിക്ക് ജുമ്മി ആയിരിക്കും അല്ലേ? കാരണം നമ്മുടെ സ്വഭാവം പോലും അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും, വെറുതെ തമാശക്കായിരിക്കും എന്നൊക്കെ ഉള്ളൊരു സംസാരം ഏറ്റവും കൂടുതൽ ജുമ്മിക്കായിരിക്കും കേൾക്കേണ്ടി വന്നത് അല്ലേ? അങ്ങനെ കോളേജിൽ നിന്നും ഒരുപാട് കേട്ടിട്ടുണ്ട്. എനിക്കൊന്ന് കമന്റ്സ് ആണെങ്കിൽ പോലും എനിക്കൊന്ന് ഈ നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനെ നമുക്ക് ഒരു എന്താ പറയുക, നമ്മളൊരു ലൈഫ് ചൂസ് ചെയ്യുമ്പോഴത്തേനും ഒരുപാട് നെഗറ്റീവ്സ് വരുന്നത്, അല്ലെങ്കിൽ അവള് വെറുതെ നോക്കുമായിരിക്കും, അല്ലെങ്കിൽ തമാശക്കായിരിക്കും, അങ്ങനെയൊക്കെ ഒരുപാട് കേൾക്കേണ്ടി വരും അല്ലേ? ആ ഒരു കാലഘട്ടം, ആ ഒരു കാലഘട്ടം ജനറേഷനൊക്കെ മാറി വരുമ്പോഴാണ് നമുക്കൊക്കെ ഇപ്പം ഇങ്ങനൊരു പ്രശ്നം ഉള്ളത് കൊണ്ട് ഒരുപാട് കപ്പിൾസ് ഒന്നിക്കാത്തുണ്ട്. എനിക്കറിയുന്നുണ്ട് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഒന്നിക്കാത്തുണ്ട്. അപ്പം ഒരു ഗേളിനും ഒരു ബോയ്ക്കും അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവരെ പാരൻസ് ഓക്കെ ആയിട്ട് അവർ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടാൻ പോകുന്ന നല്ലൊരു ജീവിതമാണെങ്കിൽ അത് അങ്ങനെ തന്നെ വേണമെന്നാണ്. ഇപ്പം ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങളെ ജുമ്മി ഒരുപാട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ ക്യാമ്പസിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. വെറുതെ ഉള്ളതാണ്, അത് കുറച്ച് കഴിയുമ്പോൾ പോവും എന്നുള്ള രീതിയിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കാണിച്ചു കൊടുത്തത് ആഫ്റ്റർ 1.5 year കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചിട്ടാകുമ്പോൾ ഞങ്ങളെ ഈ ഇച്ചെന്ന് പറഞ്ഞുള്ള സ്റ്റോറി കാണുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. അങ്ങനെ ഒരുപാട് കഥകൾ പറഞ്ഞു. നിങ്ങളിങ്ങനെ നിങ്ങളുടെ ഈ ഒരു പ്രണയം ഫാമിലിയിലേക്ക് അവതരിപ്പിച്ചപ്പോൾ അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു? എന്റെ വീട്ടില് കുറെ പ്രപ്പോസൽ വരുന്നുണ്ട്. എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് നല്ല എഡ്യൂക്കേഷൻ നല്ല ഇമ്പോർട്ടൻ്റ്. എൻ്റെ പേരിൽ ഞാനൊരു ഗേളല്ല, എൻ്റെ ഉമ്മക്ക് നല്ല പഠിക്കണം, അങ്ങനെ ഇങ്ങനെ. അതുകൊണ്ടാണ് ഞങ്ങൾ ആടെല്ലോ 20 year ആകുമ്പോൾ ചെക്കൻ നോക്കി അങ്ങനെ പഠിപ്പിക്കുമായിരിക്കും, എന്നാലും മുമ്പേ നോക്കും. അങ്ങനെ ഒന്നും ഉണ്ടായിട്ട. അങ്ങനെ മുമ്പേ പറയും ഡിഗ്രി കഴിഞ്ഞ ശേഷം നോക്കാം. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ടീച്ചറായിട്ട് പോകുന്നുണ്ട്, വർക്ക് ആക്കുന്നുണ്ട് ഒരു പ്രൈവറ്റ് സ്കൂളിൽ, ഉപ്പള സൈഡാണ്. അപ്പൊ അവന് കൊണ്ടാക്കും, അവന് കൊണ്ടുവരും. സോ അത് പ്രശ്നമില്ല, ആർക്കും അറിയാനുമില്ലല്ലോ. ഡെയിലി അല്ല, എല്ലാരും വന്നത് ഡെയിലി അല്ല,
കല്യാണത്തിന് മുമ്പ് എനിക്ക് ഈ ലാംഗ്വേജിന്റെ ഒരു പ്രശ്നമുണ്ട്, ചിലത് കണക്റ്റഡ് ആയിട്ട് വരാം. പ്രണയിക്കുമ്പോ വീക്കിലി 1-2 പ്രാവശ്യം ടീച്ചറും അവൻ PWD നെറ്റ്വർക്ക് എഞ്ചിനീയർ. അപ്പൊ ഇത് കൊണ്ടാക്കുന്നായിരുന്നു അവിടെ വിടും. നമ്മ സ്വന്തം കാര്യം നിൽക്കുന്നുണ്ട്, നമ്മ ബാക്കിയുള്ളവർ ഡിപ്പെൻഡ് ചെയ്യുന്നല്ല. അവനൊരു ജോബ് ഉണ്ട്, ജോബ് ഉണ്ടായിരുന്നു. അങ്ങനെ ആടെ ഞാൻ വിടുമായിരുന്നു. ആ സമയത്താണ് ഞാൻ ഇത് ഇങ്ങനെ അവർക്ക് പ്രപ്പോസൽ വരുന്നത് അല്ലേ. ഒരു പ്രപ്പോസൽ എന്റെ ഉമ്മക്ക് ഇഷ്ടമുണ്ടായിട്ടുള്ളൂ പഠിക്കട്ടെ. അപ്പൊ ഉമ്മ പറയുന്നത് ഒരു പ്രപ്പോസൽ വന്നിട്ട് നിന്നെ പഠിപ്പിക്കും, നിന്നെ അങ്ങനെ ആക്കും. അങ്ങനെ 23 വയസ്സായില്ലേ, അങ്ങനെ ഓക്കെ. അങ്ങനെ ഞാൻ കുറെ വേണ്ടെന്ന് പറയാം. അപ്പൊ അവർക്ക് റീസൺ അറിയണം. ഓക്കെ, അങ്ങനെ അറിഞ്ഞ് നമ്മളായിട്ട് പറഞ്ഞാണോ അതോ അവര് കണ്ടുപിടിച്ചോ? എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചു? അതറിഞ്ഞു. പിന്നെ ആ ഒരു ഫൈറ്റിംഗ് മൊമെന്റിലേക്ക് എത്തി. അങ്ങനെയാണ് ഞാൻ എല്ലാ കാര്യം തുറന്നു പറയുന്ന ഒരു ആളുണ്ട്, ഹാഷിം ചാ എന്ന് പറയും. ഹാഷിം ഇമ്രാൻ എന്ന് പറയുന്നത് പൊളിറ്റീഷ്യനാണ്, നേതാവാണ്. അപ്പോൾ അത് ഇച്ചാട് എൻ്റെ സ്വന്തം ഏട്ടനെ പോലെയാണ്. എനിക്ക് ഒരു വഴിയില്ല, എൻ്റെ വീട്ടിലും ഇങ്ങനെ ഒരു അങ്ങോട്ട് അവരോട് പറയണം എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു ഇതുണ്ടല്ലോ. നല്ല സപ്പോർട്ടാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ അവരോട് പോയി പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആശിച്ച് ഒരുപാട് അവസാന കല്യാണത്തിന് ഇവിടെ ഉപ്പാന്റെ കൈ പിടിച്ച് നിൽക്കുന്നത് വരെ കൂടെ നിന്ന് ഒരുപാട് എന്നില്ല സ്വന്തം അനിയനെ പോലെ നിന്നിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തു അവരെ സംസാരം. കാരണം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു പ്രണയത്തിൽ ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഹൈറ്റ് കുറവാണ്, കുറവല്ല. അപ്പൊ ഹൈറ്റ് കുറവാണ്, അത് വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ ചുറ്റുപാടിൽ അത് വലിയൊരു പ്രശ്നമാണ്. നമ്മൾ എത്ര അല്ല എന്ന് പറഞ്ഞാലും അതങ്ങനെ അല്ല എന്ന് പറഞ്ഞാലും വലിയൊരു പ്രശ്നമാണത്. പക്ഷെ എന്നിരുന്നാലും ട്രൂ ലവ് ആണെങ്കിൽ അത് കിട്ടും, ദൈവം ഏകിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന ആള് എന്ന് പറയുന്നത് കുറച്ചും പേരാണ്. കാരണം ലവിന്റെ കേസാകുമ്പോൾ അത്ര പേരേ ഉണ്ടാവും. അങ്ങനെ ഒരാൾ പക്ഷെ ആശംസ എല്ലാ ദിവസവും എനിക്ക് വിളിക്കായിരുന്നു, കാണുമായിരുന്നു, എന്നോട് കാര്യങ്ങൾ ചോദിക്കായിരുന്നു, അവരോട് പറയായിരുന്നു, ഒക്കെ എല്ലാം റെഡിയാക്കി തന്ന ആ മനുഷ്യനാണ്. എൻ്റെ സ്വന്തം ഏട്ടനെ പോലെ തന്നെയാണ്. അങ്ങനെ അവസാനം ഈ വീട്ടിലിറങ്ങി ഞാൻ പോയി പറഞ്ഞു, ആശംസയുടെ കാര്യങ്ങൾ പോയി പറഞ്ഞു. കാര്യങ്ങൾ പോയി ആശംസ സംസാരിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. പിന്നെ 1 മന്തോളം ഇങ്ങനെ പോയി. ഞാൻ എത്രയോ ദിവസം ഫുഡ് കഴിക്കാണ്ട്, ഇവൾ എത്രയോ ദിവസം ഫുഡ് കഴിക്കാണ്ടല്ല, 1 മന്ത് ടെൻഷനിൽ. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന്, അതായത് നമ്മളായിട്ട് പറയുന്നതിന് മുമ്പേ അവരെങ്ങനെ അറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ഫസ്റ്റ് റിയാക്ഷൻ ഒക്കെ എന്തെങ്കിലും അടിയോ പിടിയോ അങ്ങനെ എന്തെങ്കിലും നല്ല എന്താ എഗെയിൻസ്റ്റ് ആണ്. ബട്ട് എന്ത് തല്ലിയില്ല, വഴക്ക് പറഞ്ഞില്ല, ഭയങ്കര ഇമോഷണലി അവർക്ക് എന്തായാലും ഇമോഷൻ ആവും. ഭയങ്കര പ്രതീക്ഷയോടെ വളർത്തുന്ന ഒരു മോള്. അതിപ്പോ ഞാനും എന്റെ പാരന്റ്സ് എന്ന് പറയുന്നത് ഒരു ഉപ്പ എന്തോ അങ്ങനെയല്ല, നല്ല ഫ്രണ്ട്ലി ആണ്. പ്രതീക്ഷ കൈവിട്ടിട്ടൊന്നുമില്ലല്ലോ. ഞങ്ങക്ക് 3 ആളും വേണം. ഓക്കെ, ഫാമിലി വേണം, അല്ല ഉമ്മ വേണം, ഉപ്പ വേണം, ഓനും വേണം, എല്ലാവരും വേണം. ബട്ട് റിലേറ്റീവ്സ് എല്ലാം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരും വേണ്ട, ഞങ്ങൾക്ക് അങ്ങനെ കഴിയില്ല. അങ്ങനെ ഇമോഷണലി നമ്മൾ എങ്ങനെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്തു. 1 മന്ത് അങ്ങനെ ഉണ്ടായി നല്ലോണം. അപ്പോഴൊക്കെ എന്തോ ജുമ്മി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് കഴിയാതെ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോക്ക് ഒരാളെ ചൂസ് ആക്കാൻ ഓനെ വേണം. നമുക്കറിയാം എൻ്റെ പാരന്റ്സ് എന്തായാലും എന്നെ വിടലാണ് ആ ഒരു അങ്ങനെ വേണം, അങ്ങനെ ചെല്ലാൻ തുടങ്ങി. ഇത് ഈ സംഭവം ഇപ്പം നമ്മൾ ഇങ്ങനെ ആകുമ്പോൾ ഒന്നെങ്കിൽ ഞാൻ ഈ 1 മന്ത് ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്നിരുന്നു. എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഇത് ഇവിടുന്നോട് അവസാനിച്ചു, പ്രേമം ഞാനും ജുമ്മി എന്നുള്ളത് ഇവിടുന്നോട് അവസാനിച്ചു. അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് ഇത് എന്താണെന്നറിയാതെ ഇങ്ങനെ ഞാൻ ഭക്ഷണമേ കഴിച്ചില്ല. എൻ്റെ ഉമ്മ വന്നിട്ട് ഭക്ഷണം കഴിക്കും, ഉപ്പ ഉമ്മ എല്ലാവരും. എൻ്റെ അനിയനുണ്ട് തമീമ് തൻസി എന്ന് പറഞ്ഞിട്ട്, അവർ രണ്ടുപേരും വന്നിട്ട് എന്നോട് പറയും ഭക്ഷണം കഴിച്ചാ പ്രശ്നമൊന്നുമില്ല, ശരിയാവും എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ എൻ്റെ ക്ലബിലുണ്ട് ആൾക്കാർ, അവർക്കൊക്കെ പ്രശ്നങ്ങളറിയാം. മേനംകോട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ ഭക്ഷണം കഴിക്ക്, ഈ കഥകളൊക്കെ അറിയാം അവർക്കൊക്കെ. അപ്പോൾ എൻ്റെ 4-5 ഫ്രണ്ട്സ് വന്നിട്ട് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ, കാരണം അത്രയും വേറൊരു ലെവലിലാണ്. കാരണം എല്ലാവർക്കും അറിയാം, ഞങ്ങളെ പ്രണയം എല്ലാവർക്കും അറിയാം. പിന്നെ ആ സമയത്ത് നമ്മളില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ഇവളുടെ പേര് ഭയങ്കര പൊട്ടാവും, അറിയാലോ. അവൾ എല്ലാവരും ഞങ്ങളൊക്കെ പണ്ടേ പറഞ്ഞില്ലേ ഇത് അവൾ തേച്ചിട്ട് പോകുന്നൊക്കെ അറിയാം, ആ ഒരു രീതിയിലാണ്. പക്ഷെ 100% കാര്യം പറയാം, പെണ്ണ് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ത്യാഗം ചെയ്തിട്ടൊരു
ഒരാൾ ലവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവളായിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ അത്രയും എന്നെ കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സഹിച്ചിരുന്നു. എൻ്റെ ഉമ്മ പറഞ്ഞു മാരീഡേ ആക്കുക, നീ ഇവിടെ തന്നെ നിന്നോ, നിനക്ക് ചാൻസ് ഉണ്ട്, ഞങ്ങളെ അടുത്ത് തന്നെ നിന്നോ, നീ നിന്റെ ജോബ് നോക്കിയിട്ട്. അത്രക്കും കുറെ ചാൻസ് തന്നിനോറ്. ആളെ കല്യാണം കഴിക്കണ്ട, സമ്മതിച്ച് തരില്ല, ഇവിടെ നിന്നോളാൻ പറഞ്ഞല്ലേ, ഇങ്ങനെ നിന്നോളാം, എന്നാലും കെട്ടിച്ചു തരില്ല, അങ്ങനെ അങ്ങനെ. പക്ഷെ അവരുടെ ഇമോഷൻസ് ആണ്, അവർക്ക് എന്തായാലും റിലേറ്റീവ്സിന്റെ ഒരു പുഷിങ് ഉണ്ടാവുമല്ലോ എന്തായാലും. എന്തുണ്ടെങ്കിലും എന്തിനാ തെറ്റ് ചെയ്തെങ്കിലും ആർക്കായിരിക്കും പേര് വരുന്നത്. അവരെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഐ മീൻ ഈ ഒരു എന്താണ് അവർക്ക് മുമ്പിലുണ്ടായ റീസൺ എന്താണ്? ഹൈറ്റ് ഇല്ല, ഫ്യൂച്ചറിൽ ഭയങ്കര ബുദ്ധിമുട്ട്. അധികം റിലേറ്റീവ്സും അധികം അറിയുന്ന ആളെങ്ങനെ പറഞ്ഞാല് 1 month കൂടുതൽ നിങ്ങളെ റിലേഷൻ പോവില്ല, മാരീഡ് ആയാലും എന്തായാലും നീ പൊരുക്കന്നെ വൈകിട്ട് വരും. അങ്ങനെയാണ് ഇപ്പം പറഞ്ഞോണ്ട് നിൽക്കുന്നുണ്ടോ ഐ ഡോണ്ട് നോ. ബട്ട് അത് നമ്മള് ബോണ്ട് കൂടിക്കൊണ്ട് പോകുന്നല്ലാണ്ട്. ലാസ്റ്റ് എങ്ങനെ സമ്മതിപ്പിച്ചു? കാരണം ഒരുപാട് നിരാഹാരം കിടന്നു, ഒരുപാട് എന്റെ ഉമ്മക്ക് കൈയുണ്ടല്ലായി, ഹോസ്പിറ്റലിലായി, ഭയങ്കര ടെൻഷൻ വരുമല്ലോ എന്തായാലും. ഉമ്മ ഹോസ്പിറ്റലായി, വയ്യ, ഇങ്ങനെ ടെൻഷനൊക്കെ. അവർക്കൊക്കെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവർക്കുള്ളത് പ്രശ്നം എന്ന് വെച്ചാല് മറ്റുള്ളവർ എന്ത് കാര്യം അവർക്ക് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്, എല്ലാ ഫാമിലിക്ക് എല്ലാവരും ഉണ്ടാണ്. ഒരു ലവ് മാരേജ് എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നങ്ങൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നുള്ളത്. പക്ഷെ അവർക്കൊക്കെ ഓക്കെ ആണ് എന്നുള്ളത് അവൾക്കും അറിയാം, നമുക്കറിയാം. ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ഓക്കെ ആണ്. എൻ്റെ ഉപ്പ വന്നിട്ട് എന്നോട് ഇങ്ങനെ പേഴ്സണലി, ഉമ്മയില്ല, ഉമ്മ വന്നിട്ട് ചോദിച്ചു നിനക്ക് തോന്നുന്ന എൻ്റെ സെലക്ഷൻ ഓക്കെ എന്ന്. ഞാൻ ഓക്കെ, നീ ഫ്യൂച്ചറിൽ എന്താക്കും, നീ തിങ്ക് ആക്കിയ. അങ്ങനെ എഴുതിയിട്ട് ബാപ്പാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് കുറച്ചിങ്ങനെ മോട്ടിവേറ്റ് ആക്കി, നീ ചിന്തിക്ക്, നീ എല്ലാം മറന്നിട്ട് മുമ്പോട്ടുള്ള ലൈഫിൽ ചിന്തിക്കുക എങ്ങനെ ഉണ്ടാവും, ഓന് നീ മാത്രമാകുമ്പോൾ എല്ലാം ചിന്തിച്ച് നല്ല രീതിയിലെല്ലാം മോട്ടിവേഷൻ തന്ന്. ഓക്കെ, ഞങ്ങൾക്ക് തോന്നുന്ന ഒരു ടൈം തന്നു, കുറച്ചൊരു 1 മണിക്കൂർ ഒറ്റയ്ക്ക് റൂമിൽ വന്നിട്ട്. ഞങ്ങൾക്ക് എന്തായാലും ഒരു ബുദ്ധിമുട്ട് കണ്ടില്ല തിങ്ക് ആക്കുമ്പോൾ. ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഈ ഉമ്മ ഹോസ്പിറ്റലും കൂടെ ആയ സമയത്ത് എപ്പോഴെങ്കിലും തോന്നിയോ ഇത് എന്താകും എന്നൊക്കെയുള്ളൊരു? കാരണം അതാണല്ലോ ഏറ്റവും ഒരു നമ്മുടെ ഉമ്മ എന്ന് പറയുമ്പോൾ ഏറ്റവും ആ സമയം ഞാൻ പറയാം. ഈ 1 monthന്റെ ഇടയിലാണ്, 1 monthന്റെ ഇടയിൽ ഉള്ള സംഭവമാണത്. ഈ രാത്രി 3 മണിക്ക് 2:30 മണിക്ക് ഇത് എനിക്ക് ഞങ്ങൾ രാത്രി 11 മണി വരെ സംസാരിച്ച് വെച്ചതാണ്. ആ സമയത്ത് രാത്രി 2:30 മണിക്ക് ഒരു കോള് വരുന്നു എനിക്ക്, ഇവളുടെ കോള്. ഞാനെടുത്ത് ഫോൺ വെക്കുമ്പോൾ ഇവിടെ കരച്ചിലാണ്, ഫുള്ള് എന്തുമില്ല വെച്ചാ ഇങ്ങനെ കരയുന്ന സൗണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചോദിച്ചാൽ ഉമ്മക്ക് ശരി, ഉമ്മ ഇങ്ങനെയുണ്ട്, ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, ഉമ്മ അബോധാവസ്ഥ ഇങ്ങനത്തൊക്കെ പറഞ്ഞു. ഞാനെന്താക്കി, ഞാൻ ഈ ഫോൺ കട്ട് ചെയ്തു. എന്താ വെച്ചാൽ ഇവളൊന്നും നേരെ പറയുന്നില്ല, ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലുണ്ടായ ഒരാളുണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ട്, അവർക്ക് വിളിച്ചു, ഇന്ന ആളുണ്ടാന്ന് ചോദിച്ചു. ഉണ്ട് പറഞ്ഞു. എന്താണ് പ്രശ്നം ചോദിച്ചപ്പോൾ ബ്ലഡ് കുറഞ്ഞിട്ട് ക്ഷീണമായതാന്ന് പറഞ്ഞു. ഉമ്മ ഫുഡ് കഴിച്ചില്ല. അങ്ങനെ ക്ഷീണമായതാന്ന് പറഞ്ഞു. അങ്ങനെ ഇവളോട് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഉമ്മ ക്ഷീണായതിന്റെ പേരിൽ ഇവളെ കുറെ ടോർച്ചർ ചെയ്ത് നീയാണ് ഉമ്മക്ക് എന്തായാലും നീ തന്നെ ഉത്തരവാദിത്വം, എന്തിനു നീ ഹോസ്പിറ്റലിലേക്ക് നോക്കാൻ, എന്തിനു നീ വന്ന റിലേറ്റീവ്സ് ഒന്നും ഇപ്പൊ നേരെയില്ല. ഓക്കെ, അത് ഞാനിപ്പോ അതിനൊന്നും ഞങ്ങൾക്കില്ല, എനിക്ക് എന്റെ വീട്ടിൽ എന്റെ പരിക്കാറൊക്കെ ആയാൽ മതി, നേരെ നിക്കായാലും അയച്ചു തന്ന്. ഇത്രയും പ്രശ്നം ഉണ്ടായപ്പോ എപ്പോഴെങ്കിലും ജാബിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ജുമ്മി കൈവിട്ട് പോവോ അല്ലെങ്കിൽ എങ്ങാനും പോവോ, എനിക്ക് നടക്കാതെ വരുമോ എന്നൊക്കെ ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അവസാനം വരെ നിൽക്കാനിരിക്കുന്നവരെ എനിക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം ഞാനല്ല പേഴ്സണലായി ഞങ്ങൾ രണ്ടുപേരും അത്ര ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ. കാരണം ഞങ്ങളൊരു ലവ് എന്നുള്ള രീതിയിൽ അപ്പുറത്തേക്ക് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. നല്ല ഇപ്പോഴും അങ്ങനെയാണ്, ബെസ്റ്റ് ഫ്രണ്ടാണ്. എന്ത് കാര്യം അടിയും കൂടും, എല്ലാവരും എതിരെ തന്നെ പറയും, എല്ലാവരും എതിരെ. അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ പാരൻസിൻ്റെ എതിരെ ഞങ്ങൾ അടി കൂടാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടാറുണ്ട്. അപ്പോൾ എൻ്റെ ഉമ്മ നിങ്ങൾ കുഞ്ഞിക്കളി തരം മാറിയില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ വേറെ ചങ്കിക്കൊത്ത അതെല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെയായിരുന്നു. അത്രയും അടി കൂടും. ഇവിടെ എന്തെങ്കിലും പറഞ്ഞാൽ വയലോട്ട് ഞാൻ പറയും, വെള്ളം എടുത്തെറിഞ്ഞാൽ വയലോട്ട് ഞാനിത് അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ഇപ്പോഴും അങ്ങനെയാണ്. ഇനി അങ്ങോട്ട് അങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമല്ല, ഉറപ്പാണ്. പിന്നെ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ അങ്ങ് എത്തിയേനെ. ഞങ്ങൾക്കറിയാം ഇത് ബ്രേക്കപ്പ് ആയാൽ
ഞങ്ങൾക്ക് പിന്നെ കുറേ സമയമെടുക്കും ഞാനൊന്ന് കരുത്തിലാവാനൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് വേറൊരു ലൈഫിനെ കുറിച്ച് ഞങ്ങൾക്ക് ആലോചിക്കാനും പറ്റില്ലായിരുന്നു. ഒക്കെ ഇവൾക്കും എനിക്കും രണ്ടുപേർക്കും അങ്ങനെയായിരുന്നു. കാരണം ഞങ്ങൾ അത്ര ബോണ്ടായിരുന്നു. അല്ല ഇപ്പം ഹൈറ്റ് ഇല്ലാന്നെങ്കിലും ഞങ്ങൾ അത്ര ബോണ്ടായിരുന്നു. ഞങ്ങളുടെ ഇടയിൽ അങ്ങനത്തെ ഒരു പ്രശ്നേ ഒന്നുമില്ല. അതിനെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം കൂടിയാണത്. കാരണം ഇപ്പോൾ ഓഫ്കോഴ്സ് വേറെ ആളാണെങ്കിൽ ഇപ്പോൾ തമാശക്കൊക്കെ പറയും, എന്നാലും അങ്ങനെ ഒരു ആ ഒരു കണ്ണിൽ അവൾ കണ്ടേയില്ല. ഞാൻ അങ്ങനെയല്ല, എന്നെ ഇങ്ങോട്ട് പറയും റെസ്ട്രിക്ഷൻസ് ഇല്ല. ഒരു കപ്പിളാകുമ്പോൾ നീ അവനോട് മുണ്ടിക്കൂടാ, അല്ലെങ്കിൽ നീ അങ്ങനെ ആയിക്കൂടെ, ഇങ്ങനെ ആടെ പോയിക്കൂടാ, ഒന്നുമില്ല, നീ എന്ത് പോവാത്ത, നീ എന്താ ആടെ പോവാത്ത, അങ്ങനെ നല്ലൊരു ഇതാണ്. എനിക്ക് തോന്നുന്നു ഇന്നിപ്പോ അവനക്ക് മെസ്സേജ് ഇടുന്നു, നീ ഇതിനങ്ങനെ ആക്കുന്നത് ഫ്രണ്ട് അല്ലേ, അങ്ങനെ എനിക്ക് നല്ലൊരു ഇതാണ്. അതുകൊണ്ട് അവന് മറച്ചു വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനില്ല. പല റിലേഷൻഷിപ്പിൽ എന്താണ് സ്വന്തം ഹസ്ബൻഡ് അറിയാണ്ട് ആരോടും പോകുന്നു അല്ല, ഇത് അവനെന്നെ ഒരു ഇതാക്കുമ്പോൾ നമുക്കൊരു മറച്ചു വെക്കേണ്ടി വരുന്നില്ല. അപ്പൊ ഒരു ട്രസ്റ്റ് ഉണ്ടാവും. ട്രസ്റ്റ് ആണ് ഒരു മെയിൻ ആയിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ ഇത്രയും ഫൈറ്റ് ചെയ്തിട്ടില്ല, അവസാനം ഒരു മൊമെന്റ് കാണുമല്ലോ, വീട്ടുകാരൊക്കെ സമ്മതിച്ചോക്കെ എന്നാൽ നീ അവനെ തന്നെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞൊരു മൊമെന്റ് ഉണ്ടല്ലോ. ആ ഒരു മൊമെന്റില് എന്താണ് ശരിക്കും അത്രത്തോളം ഹാപ്പി ആയിരുന്നു എന്തായാലും. ആ ഒരു മൊമെന്റ് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. 60s സോ നമുക്കൊരു എൻജോയ് ആക്കാനുള്ള ടൈമില്ല, എന്തിനുള്ള ടൈമില്ല, എന്തെല്ലാം ആക്കണം ആ ടൈമിൽ. അവരെന്തുകൊണ്ട് ലാസ്റ്റ് അങ്ങ് എന്തെങ്കിലും എത്ര പറഞ്ഞാലും കേക്കില്ല എന്നുള്ളൊരു താഴെപ്പോഴാണോ അങ്ങ് ഓക്കെ എന്നാൽ നിങ്ങൾ കല്യാണം കഴിച്ചോ എന്ന് പറഞ്ഞത് വീട്ടുകാര്? എനിക്ക് തോന്നുന്നു ജുമ്മിയുടെ ആയിരിക്കും അല്ലേ വീട്ടുകാർ സമ്മതിക്കാൻ കാരണം. ജുമ്മിയുടെ വീട്ടുകാർ അങ്ങനെ പറഞ്ഞു. പിന്നെ അറിയാലോ റിലേറ്റീവ്സ് എടുത്തോളം ഓക്കെ അല്ല, ഇപ്പോഴും ഓക്കെ അല്ല. ഓക്കെ അല്ല, ഞാൻ അതിനെ കുറിച്ച് ടോപ്പിക് ഒന്നും പറയാനൊന്നുമില്ല. ഓക്കെ, എൻ്റെ വീട്ടിൽ ആര് ഓക്കെ ആവര്, ഫാദറിനും മദറിനും ഒക്കെ ഇപ്പോൾ ഓക്കെയാണ്, സെറ്റാണ്, പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ്. പിന്നെ അങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങനെ അവസാനം വരെ ഞാൻ വിശ്വസിച്ചിട്ടില്ല. എനിക്ക് ഇപ്പോഴും ഒരു സമയത്ത് വിശ്വാസമാകുന്നില്ല ഇതിൻ്റെ ഒരു കല്യാണം. എനിക്ക് സ്വന്തമായിട്ട് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയുമില്ല. ഞമ്മ പെട്ടെന്നായിരുന്നു ഈ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. ഞാൻ വീഡിയോ കോൾ ചെയ്ത് രാത്രി വീഡിയോ കോൾ ചെയ്ത സമയത്താണ് എൻ്റെ ഉമ്മ വന്നിട്ട് എന്നോട് പറയുന്നത്, ഇത് അടുത്ത വരുന്ന ഞായറാഴ്ച നിങ്ങളെ നിക്കാണെന്ന്. അപ്പോൾ ഞാൻ അവളെ എൻ്റെ ഉമ്മ എന്നെ വിളിച്ചു നിക്കാന്, ഞാൻ അവളെ വിളിച്ചു നമ്മളെ നിക്കാണ് അടുത്ത ഞായറാഴ്ച നീ വരണമെന്ന്. അങ്ങനെയാണ്. എൻ്റെ പാരൻസ് ഉണ്ടായിരുന്നു, എൻ്റെ പാരൻസ് ഗ്രാൻഡ് മദറിന്റെ വീട്ടിലുണ്ടായി പോയിട്ട് ഞാനിങ്ങനെ എന്തോ തലക്കെന്തോ വീണക്ക്. അപ്പൊ നിങ്ങൾ ഫാമിലീസ് തമ്മിൽ അങ്ങനെ സംസാരിച്ചല്ലേ തീരുമാനം എടുക്കുന്നത്? അതായത് അത് സംസാരിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. അവിടുന്ന് ഡിസ്കസ് ആക്കിയിട്ട് അവരെന്നെ ഇരുന്നിട്ട് ഡിസ്കസ് ആക്കിയിട്ട് കല്യാണം ഇപ്പൊ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ ഡിസ്കസ് ആക്കിയിട്ട് ചെയ്താണ്. പക്ഷെ ഞങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞില്ല, ഇതിനൊന്നും പോയതൊന്നും അറിഞ്ഞില്ല, ഇങ്ങനെ കാര്യങ്ങളുണ്ടെന്നൊന്നും അറിഞ്ഞില്ല. അവരെന്നെ ഡിസ്കസ് ചെയ്തിട്ട് വിളിച്ചു പറഞ്ഞു, ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. അങ്ങനെയാണ് കാര്യങ്ങൾ ഉണ്ടായത്. അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു എന്ത് ചെയ്യണോന്ന് അറിയാം. കാരണം ഞാന് കളവ് തന്നെ വിചാരിച്ചു, കളവ് എന്തായാലും നടക്കൂല, ഞങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. എല്ലാവരും കള്ളം പറയുന്നതെന്ന് വിചാരിച്ചു. എൻ്റെ ഫ്രണ്ട്സൊക്കെ, ഞാൻ എൻ്റെ ക്ലബിൻ്റെ ഗ്രൂപ്പിലൊക്കെ വോയിസ് ഒക്കെ ഇട്ടപ്പോൾ പെട്ടെന്ന് എല്ലാവരും നെട്ടി ഒന്നിച്ചുണ്ടായിരുന്നു. ഒരു അപ്രത്യക്ഷമായിട്ട് നടക്കുന്ന ഒരു കല്യാണമല്ലേ. അങ്ങനെ ആ ഒരു ഇത് ഇപ്പോൾ എന്നോട് എല്ലാവരും ഇങ്ങനെ ക്ലബിലൊക്കെ എൻ്റെ കുറേ ഫ്രണ്ട്സ് ദുബൈയിലുണ്ടായിരുന്നു, ഗൾഫിലുണ്ടായിരുന്നു കുറേ ഫ്രണ്ട്സ്. ഇപ്പോൾ കല്യാണത്തിന് വരാൻ പറ്റാതെ പറയുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് മുച്ചി എന്ന് പറയുന്ന ഫ്രണ്ട് കല്യാണം ഉറപ്പിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് പോയതാണ്. അഷ്ഫർ മുച്ചി ഒരു ദിവസം മുമ്പ് ഇവന് എൻ്റെ കണ്ണുണ്ടായിരുന്നതാണ്. പിറ്റേ ദിവസമാണ് ഞാൻ ക്ലബിൻ്റെ ഗ്രൂപ്പിൽ വോയിസ് ചെയ്യുന്നത്, എൻ്റെ കല്യാണമാണ് വരുന്ന ഞായറാഴ്ച. ഇവൻ എന്നെ വിളിക്കാത്ത തെറിയൊന്നുമില്ല. അത് ഒരു ദിവസം മുമ്പ് ഇത് ഇത്ര പെട്ടെന്ന് എങ്ങനെയാന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവല്ലോ. അഷ്ഫർ, സാദ് എന്ന് പറയുന്ന കുറേ ചാച്ചു എന്ന് പറയുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ ഒന്നിച്ചുണ്ടായതാണ്. അങ്ങ് ഒന്നിച്ചുണ്ടാകുന്ന സമയത്ത് ക്ലബിൻ്റെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇടുമ്പോൾ പെട്ടെന്ന് ഇട്ടി. കാരണം ഒന്നാമത് ഞങ്ങൾക്ക് 25 years ആണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു കല്യാണം എന്ന് പറയുമ്പോൾ ഒരു ഇതുണ്ടായിട്ടാ. അങ്ങനെ അവർക്കൊന്നും എൻ്റെ കുറേ ഫ്രണ്ട്സിൻ്റെ കല്യാണം പോയിന്. പിന്നെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ജമ്മു എന്ന് പറഞ്ഞ കുറേ ഫ്രണ്ട്സ് നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് കല്യാണമൊക്കെ അത്യാവശ്യം ഒരു മജയിൽ നിന്നിട്ട് പോയി. കോളേജ് സ്റ്റുഡൻസ് ആണ്, കോളേജ് പെട്ടെന്ന് പ്രിപ്പയർഡ് ആവാതെ ഒരു കല്യാണം ആയിരിക്കില്ല. കാരണം അവര് പെട്ടെന്ന് തീരുമാനിച്ചു നടത്താൻ പോകുന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞു അയ്യോ പെട്ടെന്നായി പോയി കല്യാണം അല്ലേ. എന്നെ അതിനേക്കാൾ കൂടുതൽ ഹെൽപ്പ് ചെയ്തത് എൻ്റെ ഫാദറാണ്. കാരണം പെട്ടെന്നാണ് ഒരു കല്യാണം, അത്യാവശ്യം കാര്യങ്ങൾ, അത്യാവശ്യം ക്യാഷൊക്കെ വേണ്ട ഒരു സമയമാണ്. എൻ്റെ ഫാദർ എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. എൻ്റെ ഫാദർ പക്ഷെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ചിലപ്പോൾ കല്യാണത്തെ സമ്മതിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പിന്നെ ഇവരിങ്ങനെ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കില്ല. അതുകൊണ്ട് പെട്ടെന്ന് കല്യാണം അതും ഒരു നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ടെൻഷൻ തന്നെ.
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ടെൻഷനും കാര്യങ്ങളായിട്ട് തന്നെ മുമ്പോട്ട് പോകേണ്ടിയിരുന്നു. അപ്പൊ കല്യാണം എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നിച്ചായി, പിന്നെ എന്തായാലും കുഴപ്പമില്ല. നിങ്ങളുടെ ഒരു വീഡിയോയിൽ ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ, അതായത് ജാബി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് എന്നെ മടുക്കുവാണ്, നിനക്ക് എപ്പോൾ വെള്ളം പോവാൻ ഞാൻ അതിന് സമ്മതിക്കാം, അത് സത്യമാണ്, നീ പൊക്കോ, പക്ഷെ അത് ഇവിടെ വരെ എത്തി നിൽക്കുന്നു. അതെന്താ അങ്ങനെ ഇടയ്ക്ക് പറയാൻ കാരണം? അവനെന്തായാലും ഞാനാണ് ഫസ്റ്റ് മാരീഡ് കഴിക്കാന്ന് പറഞ്ഞത് അവനോട്. അവനല്ല ഫസ്റ്റ് ഒരു പ്രപ്പോസ് ആക്കി, പിന്നെ നമ്മൾ ക്ലോസ് ആയി അത്ര അതിന് ശേഷം കെട്ടണം അങ്ങനത്തെ ഒന്ന് ചിന്ത എന്നോട് പറഞ്ഞു. ഓൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ടാവും ഓളെന്ത് വിചാരിക്കുന്ന. ഞാനൊരു കോളായിട്ട് അവനോട് പറഞ്ഞ് നമുക്ക് കല്യാണം കഴിക്കാം, അപ്പോൾ നീ ഒന്ന് ചിന്തിക്ക്, നീ ഒരു മോള്, ഞാൻ ഹൈറ്റ് ഇല്ല, അത് എത്ര അല്ലെങ്കിൽ അക്സെപ്റ്റ് ആക്കല, ഈ ചിന്തിച്ചിട്ട് എന്നെ അവൻ ഫസ്റ്റ് എന്നെ ഇതാക്കാൻ നോക്കിയിട്ട് എന്റെ ലൈഫിന് അവന് ഇമ്പോർട്ടൻസ് തന്നാണ്. അപ്പനൊരു മനസ്സിലായി, ആരും അങ്ങനെ പറയില്ലല്ലോ. അതൊന്നും ശരിക്കും ജാബി അങ്ങനെ പറയാനുള്ള കാരണം. ജുമ്മിയുടെ വേർഷൻ ഞാൻ കേട്ടു, ജാബി എന്താണ് അങ്ങനെ ജുമ്മിയോട് പറയാൻ കാരണം? അത് ഞാൻ പറയണല്ലോ, ഞങ്ങൾക്ക് എൻ്റെ കുറവ് അംഗീകരിക്കുന്നതാണ് ഞാൻ കയറ്റില്ല എന്നുള്ളത് സത്യമാണത്. ഇത് എത്ര മറച്ചു വെച്ചാലും കാര്യമില്ല, ഞാൻ കയറ്റില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരുപാട് ആയിട്ടില്ലെന്ന് കല്യാണം കഴിച്ചു, ഇപ്പോൾ എന്തൊക്കെ കേൾക്കേണ്ടി വരുന്നു, അതിനൊക്കെ മൈൻഡ് ചെയ്യാതെ നമ്മൾ ഇരിക്കുന്നതാണ്. കേൾക്കേണ്ടത് അതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് വേണം. എത്ര ആള് ഇപ്പം ആൾക്കൂട്ടങ്ങൾക്കിടയിൽ ഇപ്പം നമ്മൾ രണ്ടാൾ പോയാലും, ഇപ്പം ഞാൻ പറയട്ടെ, ഞാനിപ്പം കല്യാണത്തിന് പോയാലുണ്ടല്ലോ, ഇപ്പം ഞാൻ കല്യാണത്തിന് പോയാൽ ഇപ്പം എൻ്റെ അടുത്ത് ചുറ്റും എൻ്റെ ഹൈറ്റിനുള്ള പിള്ളേർ എൻ്റെ ചുറ്റും നിൽക്കും. എന്നിട്ട് എന്നോട് ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെയാണ് മീശ വന്നത്, പിന്നെ നിങ്ങൾ വലുതാണ്, എത്ര വയസ്സായി, നീ എത്ര പഠിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. സ്വാഭാവികമാണ്. അപ്പം അതൊക്കെ കാണുമ്പോൾ ഒരു ഹസ്ബൻഡ് എന്ന നിലക്ക് വൈഫിനൊരു നാണക്കേട് വരാൻ പാടില്ല. ഫാമിലിയിൽ പറഞ്ഞേ നിനക്ക് ഓനെ കൊണ്ട് ഒരിടത്ത് പോകാൻ കഴിയില്ല, എനിക്ക് നല്ല ശരിയാവും, ഞങ്ങൾക്ക് എടുത്തോളം തോന്നിട്ട് അങ്ങനെ. പക്ഷെ അങ്ങനെ എനിക്ക് തോന്നി, ഇപ്പം നമ്മുടെ ഈ ഒരു സമയത്ത് ഒരു ഇന്ദുവിനോട് പലപ്പോഴായിട്ട് ജാബി പറയുന്നുണ്ട് ഹൈറ്റ് എനിക്കൊരു കുറവാണ്, പക്ഷെ എനിക്ക് പോലും അത് തോന്നില്ല, അല്ലെങ്കിൽ ആർക്കും തോന്നില്ല അതൊന്നും കുറവല്ല ജാബി. കുറവല്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ നമുക്കൊക്കെ ഹൈറ്റ് വന്നത് നമ്മുടെ ഒരു നമുക്ക് കിട്ടിയ വലിയ ഗുണവും അങ്ങനൊന്നും അല്ല, നമ്മള് തമ്പുരാൻ സൃഷ്ടിച്ചപ്പോ അങ്ങനെ ഹൈറ്റോടുകൂടി വന്നു ഓർത്തിട്ട് വരുന്നതാണല്ലോ. അതെ, ഞാൻ ഹൈറ്റില്ലെന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് ഇവിടത്തോളം ഞാൻ 25 വയസ്സായി, ഇവിടത്തോളം ഒരു പണ്ട് ചെറുപ്പത്തിലൊക്കെ കൊണ്ട് അറിയാനാവുന്ന പ്രായത്തിലല്ലേ എനിക്ക് ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു വിഷം ഉണ്ടായിരുന്നില്ല. വിഷമിക്കേണ്ട ആവശ്യമില്ല, കാരണമില്ല, അങ്ങനത്തെ ഒരു തോന്നലേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഞാൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു ഹൈറ്റ് ഇല്ല എന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നു. കാരണം ഞാൻ അത്യാവശ്യം പൊളിറ്റിക്സിലൊക്കെ ഉണ്ടാവുന്ന അത്യാവശ്യം നല്ല സംസാരിക്കും. അപ്പൊ എല്ലാവരും പറയും എനിക്ക് ചെറുതെങ്കിലും ഇനിയിപ്പോ അയറ്റാൻ മറ്റേ വെച്ചെങ്കിൽ തച്ച് കൊല്ലാൻ കുറെ ആളുണ്ട്. ഇവരുടെ മറ്റേ ആ ഒരു വെഡിങ് വീഡിയോയിൽ എനിക്ക് ഏറ്റവും നല്ലൊരു മൊമെന്റ് ആയിട്ട് പറയാം, പൂ കൊടുക്കുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അത് ഞാൻ വീഡിയോ കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ. അതായത് അത്ര ത്രില്ലോടുകൂടിയാണ് ജാബി കൊണ്ടുവന്ന് ആ പൂ കൊടുക്കാൻ വേണ്ടി ഭയങ്കര ഡാൻസ് കളിച്ച്. അത് അങ്ങനെ ഒരു മൊമെന്റ്, അത് അറിയാതെ വന്നതാണ്. അല്ലല്ല, അത് എന്നെ കൊണ്ട് എന്റെ ഫ്രണ്ട്സ് ചെയ്യിപ്പിച്ചാണ്, കോളേജ് ഫ്രണ്ട്സ് ചെയ്യിപ്പിച്ചാണ്. ഡാൻസിന്റെ സ്റ്റെപ്പ് ഞങ്ങള് ഡാൻസ് കളിക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് ഉണ്ട്, അത് ഞങ്ങളെ മെയിൻ സ്റ്റെപ്പായിരുന്നു. ഞങ്ങളൊരു 4-5 പേരുണ്ടാകുമ്പോൾ ഞങ്ങൾ മെയിൻ സ്റ്റെപ്പായിരുന്നു. അപ്പൊ ആ സ്റ്റെപ്പിൽ തന്നെ എന്നെ കൊടുപ്പിച്ചാണ്. അങ്ങനെ അങ്ങനെ അതെന്നെ ചെയ്യിപ്പിച്ചാണ് അവരോണ്ട്, ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്താണ്. അതൊരു വീഡിയോയിൽ എടുക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഭയങ്കര നല്ലൊരു, എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നിയ ഒരു മൊമെന്റ് ആണ്. അവര് ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് തോന്നുന്നു. ഇത്രയും നമുക്കൊരു ആ സമയത്ത് ചമ്മലൊക്കെ കാണുമല്ലോ. ഞങ്ങളെ കല്യാണമൊക്കെ എല്ലാം അടിപൊളിയാക്കുന്നത് എന്റെ പെങ്ങളും എന്റെ ഷിബി എന്ന് പറയുന്ന പെങ്ങളും. ഒരു പെങ്ങളാണ് ഇല്ലാത്ത കുറവ് ഇപ്പൊ ഞാൻ അറിയുന്നില്ല. ഇന്റർവ്യൂക്ക് വിളിച്ചിട്ട് ഞാൻ ക്രിസ്ത്യൻ ഡ്രസ് ഉണ്ടായിട്ട് എന്തായാലും പോണം ചുമി പോണം, ഭയങ്കര സപ്പോർട്ടാണ്. ഇങ്ങനെ അതിടണോ, ഈ ഡ്രസ്സ് ഇടണോ, നീ നല്ല ഈ ടോക്ക് ആക്കണം, ഇങ്ങനെ ഭയങ്കര സപ്പോർട്ട്. അവന്റെ ഉമ്മ വെക്കും രാവിലെ വിളിച്ചിട്ട് എന്താ റെഡിയായ എണിച്ചിനാ, ഭയങ്കര സപ്പോർട്ട് ഫാമിലിയാണ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പെറ്റ് നെയിം ഒക്കെ വിളിക്കല്ലോ ഇഷ്ടത്തോടുകൂടി, അങ്ങനെയൊക്കെ വിളിക്കുന്ന പേരെന്താണ്? ഞാൻ വിളിക്കുന്നത് പറഞ്ഞോ, ഞാൻ ഡർലാവാലാന്ന് വിളിക്കും. ഒന്നുമില്ല, വെറുതെ വായിൽ വരുന്ന വിളിക്കാം. അതാണ് മെയിൻ വിളിക്കല്. എന്റെ ഡെല്ലെടുത്തു. ഞാൻ ജാബിനെ നല്ല നല്ല നമുക്കൊരു തോന്നുന്നു വ്യത്യസ്തത്തിൽ വിളിക്കാനും. അബി അബി അങ്ങനെ വിളിക്കൂ, പിന്നെ ഗുണ്ടു എന്ന് വിളിക്കൂ, അങ്ങനെയൊക്കെ വിളിക്കും.
ആഹാ. ഇപ്പൊ നിങ്ങളിങ്ങനെ ആഫ്റ്റർ മാരേജ് കഴിയുമ്പോഴത്തേനും എന്തായാലും ഈ മുമ്പേ ആ ഒരു വീഡിയോയ്ക്ക് തന്നെ പറയുന്നുണ്ട് നമ്മൾ ഇത്രയും വരെ എത്തി നിൽക്കുന്നു, അന്ന് പൊക്കോളം മുന്നോട്ട് പക്ഷെ പോയില്ല, ഇവിടെ വരെ എത്തി നിൽക്കുന്നുള്ളു. അപ്പൊ ഇപ്പൊ എത്രത്തോളം ഹാപ്പിയാണ്? ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. എന്ത് പറയാനില്ല. ഞങ്ങക്ക് ഉണ്ടായ പണ്ടൊരു മാരേജ് ഒരു പേടി. നമുക്ക് ഇപ്പോ ഓനെ കിട്ടിയാൽ മാത്രമല്ല ഓന്റെ ഫാമിലിക്കും നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തായാലും നമ്മൾ നിൽക്കുന്നത് നമ്മൾ ഇവിടെ അല്ലല്ലോ. സോ അങ്ങനെ ഒരു ഫീൽ ആവുന്നില്ല. നല്ല ഫാമിലിയാണ്, ഭയങ്കര സപ്പോർട്ടീവ്. 2 ബ്രദേഴ്സ് ഭയങ്കര സപ്പോർട്ടീവാണ്. ഇപ്പൊ ഉമ്മ വിളിച്ചിട്ട് നീ ഇല്ലാത്ത ഭയങ്കര മിസ്സാണ് ഉപ്പാൻ പറയുന്നത്. അവന്റെ ഉമ്മ ഉപ്പാവും ഭയങ്കര മിസ്സാണ്, എപ്പോ വരും ഭയങ്കര സപ്പോർട്ട്. നിങ്ങൾ ആരാണെങ്കിലും സർപ്രൈസ് ഒക്കെ കൊടുക്കും? കാരണം ഞാൻ കണ്ടു ജുമ്മിയുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നു, സർപ്രൈസ് ഒക്കെ കൊടുക്കുന്നു. അപ്പൊ ആരാണ്? കാരണം ആദ്യത്തെ ബർത്ത്ഡേ ആയിരുന്നല്ലേ മാരേജ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ. ആരാണ് ഏറ്റവും കൂടുതൽ സർപ്രൈസ് കൊടുക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തില്? ഓന് എല്ലാം സർപ്രൈസ് ആക്കുന്നത് എല്ലാം ഫ്ലോപ്പ് ആവും. ഞാൻ അങ്ങനെയല്ല, ഞാനാക്കുന്നത് എനിക്ക് ഭയങ്കര സർപ്രൈസ് ആവും. ഞാൻ എന്ത് പറയാ, ഞാനെന്തൊക്കെ സർപ്രൈസ്, നീ എന്താ ഞങ്ങൾക്ക് തരുന്ന, എന്ത് തരുന്ന, നീ അത് മേങ്ങണം ഇത് മേങ്ങണം എല്ലാം കൊടുക്കും, റീൽസ് അത് നീ ഇതോട്ടിറാക്കാം അതോട്ടിറാക്കാം, ഞാൻ സർപ്രൈസ് ആക്കാം. അങ്ങനെയാണ്. പക്ഷെ ഓന്റെ കാര്യത്തിൽ ഓന് ചെല്ലും ചെയ്യും, നീ എന്ത് മേങ്ങുന്നില്ലല്ലോ, ഇത് എന്ത് നിക്കത് ഞാൻ തരുന്ന നിക്കോണേ നീ വേങ്ങും അങ്ങനെ പറയും. ഭയങ്കര ഞാൻ ആക്കി എന്ത് സർപ്രൈസ് ആവും. ആ ബർത്ത്ഡേയുടെ ആ സർപ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം? ഞാൻ ഇങ്ങനെ റീലൊക്കെ കണ്ടു. നമുക്ക് എന്തെല്ലാം അത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു, അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു? അല്ല, അതില് അത് സർപ്രൈസ് അല്ല. അല്ല അല്ല സർപ്രൈസ് അല്ലാന്ന് വെച്ചാല് ഞാന് അവള് റിങ് ഡയമണ്ട് റിങ് ആണ് കൊടുത്ത. ഡയമണ്ട് റിങ് അതില്ലേ കയ്യില് ഇത്, അത് വേണമെന്നുണ്ടായിരുന്നു. ഡയമണ്ട് റിങ് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ദിവസം എന്റെ വായിന്ന് വന്നു. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങട്ടെ, ചൂസ് ആക്കട്ടെ, മാറ്റാൻ പോണ്ട അങ്ങനത്തെ ഒരു ഞങ്ങൾക്ക് ഇങ്ങനെയുണ്ട്. ഞാനില്ലേ ഈ റിങ് ഒക്കെ വാങ്ങാൻ കൊണ്ടുപോയത് അവളെ കൊണ്ട് തന്നെയാണ്. ഞങ്ങൾക്ക് പിന്നെ ആരും തോന്നുന്നില്ല ഇഷ്ടപ്പെടില്ല. ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിലും അവളെന്നെ വാങ്ങട്ടെ, അവൾക്ക് ഇഷ്ടപ്പെട്ട വാങ്ങട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ ഉമ്മ ഉണ്ടായി. ഉമ്മ ഗോൾഡ് റിംഗ് ആണ് കൊടുത്തത്, ഞാൻ ഇത് ഡയമണ്ട് റിംഗ് കൊടുത്തത്. അപ്പൊ രണ്ടവൾ എന്നെ ചൂസ് ചെയ്തിട്ട് എടുത്താണ്. അപ്പൊ പ്രശ്നമില്ലല്ലോ, അവൾക്ക് എന്നെ വേണ്ടത് അവൾ എന്നെ എടുത്തില്ലേ. അപ്പൊ നമുക്ക് പിന്നെ അതിനെ ഒരു ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു ചിന്ത വരാനില്ല. പക്ഷെ രാത്രി 12 മണിക്ക് ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു. ഈ അനിയൻ ഓർക്കുന്നൊന്നുമില്ല, ഭയങ്കരത്തില് എന്തെല്ലാം ഇങ്ങനെ ചെയ്യുന്നെല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ എന്തോ നമ്മളെ ഹോളിലേക്ക് വിളിച്ചു തന്നെ. എന്നിട്ട് പോപ്പർ ഒട്ടിച്ച ആ വീഡിയോ ആണോ അല്ലെ, വീഡിയോ ആണോ ഞാൻ എടുത്തിട്ട് പോസ്റ്റ് ആക്കിയിട്ട്. എന്നിട്ട് നോക്കുമ്പോ ഒരു കേക്ക്, പിന്നെ ഒരു ടെഡി ബിയർ. അതൊരു സർപ്രൈസ് ആണ്. എനിക്ക് ടെഡി ബിയർ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ വീട്ടിലൊന്നുണ്ട്, എന്റെ വീട്ടില്. അപ്പൊ ഞാൻ പറയാം ഈടയില്ല അതിനെ കൊണ്ടുവരണമെന്നല്ല. നല്ല സർപ്രൈസ്. നിങ്ങൾ എവിടെയാ മാരേജ് കഴിഞ്ഞ ഹണിമൂണിനൊക്കെ പോയത്? ഞാൻ ഊട്ടിയുടെയൊക്കെ ഒരു ചെറിയ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. എവിടെ? ഊട്ടി, വയനാട്, മൈസൂർ, കോഴിക്കോട്. ഇപ്പൊ എങ്ങനെ പോയ? ഞാൻ കൂടുതൽ പോയില്ല, കാരണം നോമ്പ് കല്യാണം കഴിഞ്ഞ് 7 ദിവസം കഴിയുമ്പോ പിന്നെ നോമ്പാണ്. പിന്നെ 1 മാസം പിന്നെ വീട്ടിൽ തന്നെ, എവിടെ പോവാനില്ല, അങ്ങനെ വീട്ടിൽ തന്നെ ആയി. പിന്നെ കസിൻസിന്റെ മാരേജ് തീരാനില്ല. ഇപ്പൊ മറ്റൊരു മാരേജ്, അതുകൊണ്ടാണ് നാളെ പോകുന്നത്. ഞാനപ്പം ഇവരിങ്ങനെ ഭയങ്കര രണ്ടുപേരും ഭയങ്കര ബോണ്ടിങ് ആണ്. അപ്പം ഞാൻ 1-2 ക്വസ്റ്റ്യൻസ് ജാബിനോട് ചോദിക്കാം, ജുമ്മിയുടെ കുറച്ച് ഇഷ്ടമുള്ള കാര്യങ്ങൾ. അപ്പം അത് കറക്റ്റായിട്ട് പറയുമോ നോക്കട്ടെ. അപ്പം ജുമ്മി ഇത് കറക്റ്റാണോ അല്ലെന്ന് പറയണം കേട്ടോ. ജുമ്മിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്? വട. ഉഴുന്നുവട, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, നഗറ്റ്സ്. ആണോ ജുമ്മി? ആണല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു ഡേറ്റിനൊക്കെ കൊണ്ടുപോവാണെങ്കിലേ വേറൊന്നും വാങ്ങിച്ചു കൊടുക്കണം, വാട മാത്രം. ഫേവറേറ്റ് ഫുഡ് ഒന്നും ചെയ്യില്ല. അതാ വലിയൊന്നും പോയെങ്കിൽ ഞങ്ങൾക്ക് ആ മൂഡ് ഉണ്ടാവില്ല. പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്. ഫേവറേറ്റ് കളർ ജുമ്മിയുടെ? വൈറ്റ്. ആണോ ജുമ്മി? ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡെസ്റ്റിനേഷൻ, ഏറ്റവും പോവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം? മലേഷ്യ ആയിരിക്കും. അല്ല. തായ്ലൻഡ്? അല്ല. പാരീസ്. ആണോ? അപ്പൊ പാരീസിൽ കൊണ്ടുപോവോ ജുമ്മീനെ? പിന്നെ ഈഫിൽ ടവർ ഉണ്ട് വീട്ടില്, അവിടത്തേക്ക് അപ്പൊ കൊണ്ടുവരുന്നുണ്ട്. വലിയൊരു ഈഫിൽ ടവർ ആഗ്രഹിച്ചിട്ടുണ്ട്. പാരീസിലേക്ക് ആഗ്രഹം വിളിച്ചു കൊണ്ടുപോകും. കൊണ്ടുപോകൂലേ? കൊണ്ടുപോടാ. ജുമ്മിയുടെ ഏറ്റവും വലിയ ഒരു ഡ്രീം എന്താണ്? ഡ്രീം ജാബിയാ പറയണത്. നോക്കട്ടെ. അത് ഡ്രീം ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ള ആഗ്രഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും?
പഠിച്ച് സ്റ്റഡീസിലാണ്. അത് നല്ല രീതിയിൽ നല്ല സ്റ്റഡീസ് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് നിൽക്കാനുള്ള ഒരു വിൽ പവർ എന്ത് പറഞ്ഞാലും അത് ഈ കാലത്തിൻ്റെ അനുയോജ്യമായൊരു ഇതാണ്. അവൾക്ക് കാലിൽ നിൽക്കാൻ കഴിയുന്ന രീതിയിൽ നിൽക്കാൻ കഴിയുന്ന ആരോടും, ഇപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിലും ഞാൻ ഹസ്ബൻഡ് ആണെങ്കിലും ആ ഒരു എല്ലാവർക്കും വേണ്ടാണ്. ഇപ്പോൾ സ്വന്തമായിട്ട് അന്നെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ നമ്മൾ പോകും. അതായിരിക്കും. പിന്നെ അവിടെ ഗ്ലാമപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം അത് കുറച്ചും കൂടി ഒന്ന് എക്സ്പാൻഡ് ആക്കണം, നല്ല രീതിയിലേക്ക്. ശരിയാണ്. എനിക്ക് അങ്ങനെ ഉണ്ട് എന്തെങ്കിലും ഇപ്പൊ മുമ്പെല്ലാം നമ്മളവിടെ കാസർഗോഡ് ഐഫോൺ വാങ്ങുന്ന ഗേൾസ് വാങ്ങാറില്ല. എന്തെങ്കിലും ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ മതി ഐഫോൺ കിട്ടി, അങ്ങനെയാണ്. അപ്പൊ എന്റെ കസിൻസ് എല്ലാം ഇതാക്കും. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, ഇത് നീ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ മതി ഐഫോൺ കിട്ടും. നമുക്ക് അങ്ങനെയാണ്. ഈ എൻഗേജ്മെന്റ് കൈനാട്ട് മുമ്പ് ഓനെ നമുക്കറിയാം എന്തായാലും എൻ്റെ മനസ്സിലുണ്ടല്ലോ, ഞാൻ എൻ്റെ സ്വന്തം ഏണിങ്സിന് വാങ്ങണം. അങ്ങനെ ഞാൻ ടീച്ചറായിട്ട് പോയി എൻ്റെ ഏണിങ്സിൽ ഞാൻ എന്നെ വാങ്ങി ഐഫോൺ. ജുമ്മിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്താണ്? ഇഷ്ടമില്ലാത്തത് എൻ്റെ അല്ലേ പൊതുവെ ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ ജാബിയുടെ ഒരു ക്യാരക്ടറിൽ ഇഷ്ടമില്ലാത്ത എന്തായിരിക്കും? ഞാനിങ്ങനെ ഈ ബോളത്രൊക്കെ കളിക്കുന്നില്ലേ, ഞാനിങ്ങനെ അത്യാവശ്യം തമാശയും കാര്യങ്ങളൊക്കെ പറയും, അതിര് വിട്ട് തമാശയും കാര്യങ്ങളൊക്കെ പറയും. എന്റെ കുഞ്ഞാമാരെ എതിരെ, എന്റെ ഉപ്പാന്റെ പെങ്ങന്മാരുടെ എതിരെ ഞങ്ങൾ ആ ഫാമിലി ഉണ്ടാകുമ്പോൾ ഞാൻ പലതും എന്തൊക്കെയോ ചെയ്യും ഇങ്ങനെ. അത് തീരെ ഇഷ്ടമല്ല. അങ്ങനെയല്ല ഓന്റെ ബിഹേവ് നാട്ടിൽ കണ്ടെങ്കില് ഞാൻ കണ്ണൂത്തി നിൽക്കല്. ജുമ്മിക്ക് ഏറ്റവും ദേഷ്യം വരുന്നൊരു കാര്യം എന്താ? ദേഷ്യം വരുന്നത് ചൊടിക്കും, അത്യാവശ്യം നല്ല രീതിയിൽ ചൊടിക്കും. എന്ത് കാര്യത്തിനാണ് മെയിൻ ആയിട്ട് ദേഷ്യം വരും? തൊട്ടേനും പിടിച്ചതിനൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിന് പെട്ടെന്ന് ദേഷ്യം വരില്ല, അതേത് കാര്യം? വൃത്തിയില്ലെങ്കിൽ അത്. ഇപ്പൊ ഞാൻ ഇവിടുന്ന് പോയിട്ട് റൂമിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ കയ്യും കാലും കുളിച്ച് കയറണം, ആ രീതിയിലാണ്. അതാണെങ്കിലൊക്കെ നിങ്ങളാണെങ്കിൽ ഏറ്റവും കൂടുതലേ ഇപ്പൊ ഇത്രയൊക്കെ നമ്മൾ ഇങ്ങനെ ഇരുന്നാലും മുമ്പേ പറഞ്ഞില്ലേ അവരെന്റെ മുഖത്ത് വെള്ളം ഒഴിച്ച് ഞാനും ഒഴിക്കും അങ്ങനെയൊക്കെ പറഞ്ഞില്ല. അപ്പൊ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എന്തിനൊക്കെ കുസൃതിയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ വഴക്കൊക്കെ ഇടാറുണ്ടോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്? വഴക്ക് ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പർ, എനിക്ക് നല്ലോണം അത് ഞങ്ങൾക്ക് ഭയങ്കരത്തിലുണ്ട്. പക്ഷെ അവന് തീരില്ല എന്നോട്, ബാക്കി എല്ലാവരോടും ഉണ്ട്. എന്റെ എതിര് നല്ല. ഞാന് ഇതുവരെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷം വരുന്നത്, ഞാൻ ഇതുവരെ ഇങ്ങനെ ചൊടിച്ചെങ്കിൽ ആരെങ്കിലും പിണങ്ങി പോയാലൊന്നും ഞാൻ അങ്ങനെ വലിയ മൈൻഡ് ഒന്നുമില്ല. പക്ഷെ ഇവള് പിണങ്ങിയാൽ ഒരു മിനിറ്റ് ഓനോട് ചൊടിച്ചെങ്കിലല്ലേ ഞങ്ങൾ നാട് മൊത്തം അറിയുന്ന പോലെ ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് ചൊടിച്ചാ എല്ലാം ഉമ്മ ചൊടിച്ചിട്ട് അപ്പൊ ഓനെന്താ അങ്ങനെ ഇങ്ങനെ പിടിച്ചൊടിക്കാൻ കഴിയും? എല്ലാവരും അറിഞ്ഞില്ലേ ഞാൻ ചൊടിച്ചെങ്കിൽ? എനിക്കൊരു തീരെ ശരിയല്ല. പിണങ്ങിയിരിക്കുമ്പോ അത് ശരിയാകുന്നില്ല. പിന്നെ പിണങ്ങിയിരിക്കുമ്പോ ഇതിന്റെ മുഖം നോക്കുമ്പോ എനിക്ക് പേടിയാ. അല്ല ഞാനിങ്ങനെ മൈൻഡ് ആക്കാത്ത അത് ഞങ്ങൾക്ക് മനസ്സിനുള്ള നല്ല വിഷമാണ് ആ സമയത്ത്. നല്ല വിഷമം കരയിലെല്ലാം ഉണ്ട്. ഞാൻ മുണ്ടിയിലാണ് ഞാൻ നീക്കറിയാലോ ഞാൻ ഈ മുണ്ട് ഞാൻ തച്ചങ്ങ് സാറില്ല, നീ ഒന്ന് ആ മുണ്ടാണ്ട് നിൽക്കും കയ്യാൻ്റെ സൈഡ്. അതൊരു നമുക്ക് ശരിയാവുകയില്ല. നമ്മളൊന്ന് ചെപ്പുണ്ടാവുന്ന ആളല്ലേ പിണങ്ങിയിരിക്കുമ്പോൾ. ഞങ്ങൾ ഒരുപാട് പിണങ്ങിയിട്ടുണ്ട്, പക്ഷെ ഒക്കെ 2 മിനിറ്റ് അതിനെ കൂടുതലുണ്ടാകാം. ഒരു ദിവസം ചോദിച്ചിട്ടുണ്ടാകാം. ആ ചൊടി തന്നെ നിൽക്കാൻ പറ്റും. എല്ലാരും അറിയുമല്ലേ? സ്വസ്ഥമായിട്ട് പിണങ്ങാൻ പോലും പറ്റത്തില്ല. ചൊടി വരുന്നു നമുക്ക്. അങ്ങനെ മറ്റേ ഏറ്റവും കൂടുതൽ അങ്ങനെ വഴക്കുണ്ടാക്കിയുള്ള ഒരു കാര്യം എന്തായിരിക്കും? ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞാല് പൊതുവെ എല്ലാം ഞാൻ പറഞ്ഞത് കേൾക്കലുണ്ട്. എന്നാലും ഞാൻ ഇന്ന് റീസൺ ആക്കും. കേൾക്കണോ? ഞാൻ റീസൺ എനിക്ക് എന്തിലൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കണം. അങ്ങനെ ഞാൻ നൽക്കിയിട്ട് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പോലില്ല ഇപ്പൊ നമുക്ക് പോയെങ്കിൽ ഞാനൊരു ടൈം കൊടുക്കാം. അതിനുള്ള വേറെ അല്ല ഞാൻ അവനോട് ഒരു 9 മണിക്ക് രാത്രി എത്തണം. അതിന് ശേഷം പോകാൻ കഴിയും. എനിക്ക് ഭയങ്കര ബേജാറൊന്നും പറ്റും. അല്ല നമുക്ക് ഞാൻ അതില് പറയുന്നത്. അപ്പൊ 1 മിനിറ്റ് പോയിത്താ മതി, ഫോണ് കട്ടാക്കി. ഞാൻ പിന്നെ അത്യാവശ്യം അത് ഇതാകുമ്പോ ബിസിയാണ്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ നാട്ടിലൊക്കെ പോകുന്ന കുറച്ച് കുറവാണ്. അങ്ങനെയില്ല, അങ്ങനെ പോകേണ്ട അടുത്തേക്കല്ലോ ഇല്ല. ഇപ്പൊ എവിടെ ആണെങ്കിലും അവള് അങ്ങനെ ദേഷ്യപ്പെടുന്ന കാര്യങ്ങളൊന്നും ചെയ്യില്ല. അത്യാവശ്യം പൊക്കോളോ അങ്ങനെയൊക്കെ പറയും. ഓക്കെ, ഇപ്പൊ നിങ്ങളൊരു മാരേജ് കഴിഞ്ഞതിന് ശേഷം എനിക്കൊന്ന് ഒരുപാട് പേർക്ക് ഒരു പ്രചോദനമായിരിക്കും, അല്ലെങ്കിൽ അവർക്കും ഇതുപോലെ കല്യാണങ്ങൾ കഴിക്കാനുള്ളൊരു
നിങ്ങളൊരു മാതൃകയാണ്. അപ്പൊ ഇങ്ങനെ പക്ഷെ ഒരുപാട് പേര് നിങ്ങളുടെ വീഡിയോസിന് താഴെയാണെങ്കിലും കമന്റ് ഇടുന്നുണ്ട്, നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട് ആ കമന്റ്സ് എല്ലാം. അപ്പൊ ഇങ്ങനെ ഉള്ളവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? അല്ലെങ്കിൽ നിങ്ങളെ പോലെ തന്നെ പ്രണയിക്കുന്ന ഒരുപാട് പേര് കാണുമല്ലോ, അപ്പൊ അവരോട് ശരിക്കും എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കമന്റ് ഇട്ട അവരോട് പറയാനുള്ളത്, അവർക്ക് ഞങ്ങൾ അറിയില്ല, ഓക്കെ, നമുക്ക് അവരും അറിയില്ല. നമ്മളെ സ്റ്റോറി അറിയണമെങ്കിൽ നമുക്കേ അറിയും നമ്മൾ എങ്ങനെ എത്തി ആണല്ലോ. അവർക്ക് എന്ത് പറയാം, ഒന്ന് കണ്ടിട്ട് കമന്റ് പറയുന്നത് അവരുടെ ഇഷ്ടം. നമ്മൾ ഇനി പ്രതികരിക്കാൻ പോകുന്നില്ല. അവർ മനസ്സിലാക്കട്ടെ, ഇത് കണ്ടിട്ട് മനസ്സിലാക്കട്ടെ ഞങ്ങൾ സ്റ്റോറി എന്ത് റിയൽ സ്റ്റോറി ഓഫ് ജാബിയൻ ജുമ്മി ഇതാണ്. നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നുമല്ല, ഇതാണ് റിയൽ സ്റ്റോറി. ഞാൻ പറയുന്നത്, ഒരാൾക്ക് അവർക്ക് ജീവിക്കാൻ പറ്റുമെന്ന് മനസ്സിൽ തോന്നിയാൽ അവർക്ക് ഓക്കെ ആണെങ്കിൽ അതിന് എത്ര വലിയ ആൾ വിചാരിച്ചാലും അതിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല. ഉദാഹരണമാണ് ഞങ്ങൾ ഒരുപാട് ബ്രേക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട്. സപ്പോർട്ടോട് കൂടി കുറച്ച് ടൈം എടുക്കുമായിരിക്കും, എന്നാലും പാരന്റ്സിന്റെ ഒരു അനുഗ്രഹം അത് വലിയൊരു ഇമ്പോർട്ടൻസ് ആണ്. ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഓക്കെയാണ്, അനുഗ്രഹം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എത്ര ഇപ്പോൾ ഇങ്ങനെ പ്രണയിക്കുന്നവരോട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതുണ്ടവരോട് പറയാനുള്ളത്, നിങ്ങൾക്കുള്ള ഇഷ്ടം യഥാർത്ഥമാണെങ്കിൽ അത് ഇനി എങ്ങനെ വന്നാലും അതൊന്നിക്കും, അത് ഉറപ്പാണ്. അവനെ വേണമെങ്കിൽ അല്ല അവളെ വേണമെങ്കിൽ അത് മനസ്സിൽ നല്ല ധൈര്യം ഉണ്ടെങ്കിൽ, ഒരാൾ പറഞ്ഞിട്ടാകുമ്പോൾ അവിടെ വേണ്ട, അവിടെ ആടെ പോയി അത്ര സ്ട്രോങ്ങിൽ ഒന്നിച്ച് ആ ഓളെ നിൽക്കാൻ കഴിയുന്നെങ്കിൽ മാത്രം ഫസ്റ്റ് നിങ്ങൾ ആ തീരുമാനം ആലോചിക്കണം. ഞാൻ അവരോട് അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ ശക്തിയായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാം. അങ്ങനെ പറ്റുന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത്. ഇപ്പൊ ഒരു കണ്ടുമുട്ടി ഇപ്പൊ എത്ര നാളായി? നമ്മളൊരു പ്രണയം മുതൽ ഇത്ര നാളായിട്ട് എത്ര നാളായി? 4 years ആവാൻ 4 വർഷമായി. അപ്പം കഴിഞ്ഞ 4 വർഷമായിട്ട് ഇവരിങ്ങനെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് ഇനിയും അങ്ങോട്ട് ഇങ്ങനെ പ്രണയിക്കാൻ കിടക്കുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇവർ എത്രത്തോളം ബോണ്ടിങ് ആണ്. കാരണം ഇങ്ങനെ എനിക്ക് നിങ്ങൾ ഒരു സമയം പോലും മിണ്ടാതിരിക്കില്ലായിരിക്കും. അല്ലെങ്കിൽ ജുമ്മിയാണെങ്കിൽ ഒരുപാട് ഇങ്ങനെ സംസാരിച്ച് ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര സംസാരമാണ്, ഇങ്ങനെ ഭയങ്കര ആക്റ്റീവാണ്. അപ്പം ഇവിടെ നമ്മളുടെ സ്നേഹം കാര്യങ്ങളൊക്കെ എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ. അപ്പൊ ഇപ്പൊ 4 വർഷത്തെ പ്രണയമാണ്. ഇത് ഇങ്ങനെ മുൻപോട്ട് തുടർന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ wish you all the best for your life. Okay.